ഹലോ, നമ്മളിന്ന് സോയാബീൻ വെച്ചൊരു അടിപൊളി കറിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ പറ്റാത്തൊരു ഇതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കതാണ് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം അങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ സോയാബീൻ വെച്ച് നമുക്ക് നോൺ വെജിൻ്റെ അതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുത്താലോന്ന്. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിൾ മെത്തേഡാണ്. അപ്പം നമുക്കിതുണ്ടാക്കാം. അപ്പം ഇതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാനുണ്ട്. അത് ഞാനിത് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലോട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. ഇതിവിടെ കുറച്ച് നേരം ഇരിക്കണം. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനുണ്ട്. ഇത് കുറച്ച് നേരം ഇതിനകത്ത് സോക്ക് ചെയ്തോളാം. ഇനി നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കണം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇതിലോട്ട് ആവശ്യമായ മസാലകൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തക്കാളിയും വെളുത്തുള്ളിയും ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ മസാലകൾ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്നൊന്നും ഇതിനകത്ത് പിടിക്കാതെ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ സോയാബീൻ പിഴിഞ്ഞെടുത്തിരിപ്പുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ഉണങ്ങിയതും ഏലക്കയും കറുവപ്പട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലകളെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നത്. നമുക്ക് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിനകത്തോട്ട് ഇട്ടു. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം മൂടി വെക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. താങ്ക് യു.